അമേരിക്കയുടെ എബ്രഹാം ലിങ്കണിലെ പൂപ്പലും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും കൊണ്ട് സൈനികരെല്ലാം ചത്തൊടുങ്ങാണെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 7-ാം തീയതി, അതായത് ഓഗസ്റ്റ് 7-ാം തീയതി അമേരിക്കയിലെ ഈ സൈനികരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നേവിയുടെ ഹെഡും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അതായത് ഒരു വെർച്വൽ മീറ്റിങ്ങും അതുപോലെ തന്നെ ഒരു ഫേസ് ടു ഫേസ് മീറ്റിങ്ങുമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. ആ മീറ്റിങ്ങിൽ പുറത്തു വന്നിട്ടുള്ള സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വല്ലാത്തൊരു അവസ്ഥയിലുള്ള മീറ്റിംഗ് ആണ്. നമുക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള രണ്ടാൾക്കാർ പുറത്തുവിട്ടിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ആ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. കേട്ടോ, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. അതായത് ഇറാനെതിരെയുള്ള സൈനിക ദൗത്യം എപ്പോൾ അവസാനിപ്പിക്കുമെന്നോ എപ്പോൾ ഈ സൈനികർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റുമെന്നോ ഒരു വ്യക്തതയില്ലാതെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിലെ മോശം ജീവിത സാഹചര്യത്തെ ചൊല്ലി സാന്റിയാഗോയിൽ വെച്ച് നടന്നിട്ടുള്ള വ്യാഴാഴ്ച രാത്രി നടന്നിട്ടുള്ള ഈ സൈനികരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നേവി സേന ആക്ടിംഗ് സെക്രട്ടറി ഹങ് ഖോവോയുമായിട്ട് നടന്നിട്ടുള്ള ഒരു രൂക്ഷമായിട്ടുള്ള തർക്കത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആ ദിവസം തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഒരു വെർച്വൽ മീറ്റിംഗ് കൂടെ നടന്നിരുന്നു. ഏകദേശം 5000-ഓളം വരുന്ന നാവികരുടെ മറൈനുകളുടെ കുടുംബാംഗങ്ങളുമായിട്ട് മറ്റൊരു മീറ്റിംഗ് കൂടെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് അതിൻ്റെ അന്തരീക്ഷം ഭയങ്കര മോശമാവുകയും ചെയ്തു. അത് MS നൗ അതിൻ്റെ പരിശോധിച്ചിട്ടുള്ള അതിൻ്റെ യോഗത്തിൻ്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്സ് ആണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് വായിച്ചിട്ട് പോകാം. നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധത്തിനിടയിൽ കപ്പൽ തുടർച്ചയായിട്ട് കടലിൽ കഴിയുന്നതിനാൽ ആധുനിക കാലത്തെ റെക്കോർഡൊക്കെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്രയും കാലം ഒരു കപ്പലും സൈനികരും ഈ പറഞ്ഞ കടലിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തെയും സുരക്ഷയെയും കുറിച്ചിട്ട് കുടുംബാംഗങ്ങൾ ഇരു യോഗങ്ങളിൽ നാവികസേന തലവന്മാരോട് കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ നാവികരുടെ മാനസികാരോഗ്യം, ഡെക്കിലെ സുരക്ഷ, ഭക്ഷണ വസ്തുക്കളുടെ വിതരണങ്ങളുടെ അഭാവം, ഭക്ഷണക്ഷാമം, കുടിവെള്ള മലിനീകരണം, അതുപോലെ തന്നെ വെള്ളത്തിൽ വരുന്ന ഫംഗസിൻ്റെ അളവ് ഒരുപാട് അധികമായിട്ടുണ്ട്. കപ്പലിലേക്ക് അയക്കുന്ന കെയർ പാക്കേജുകൾ മാസങ്ങളോളം വഴിയിൽ കുടുങ്ങി കിടക്കുകയാണ് ഇറാൻ്റെ ആക്രമണം പേടിച്ചിട്ട്. അതിനാൽ തന്നെ തപാൽ വിതരണം കംപ്ലീറ്റ്ലി നിലച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റുന്നില്ല. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഈ ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ. ഇനി അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. തങ്ങളുടെ നാവികർ എന്ന് വീട്ടിലേക്ക് മടങ്ങുമെന്ന വിവരത്തിനായിട്ട് പ്രിയപ്പെട്ടവർ യാചിച്ചു ഈ ഒരു മീറ്റിങ്ങിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുള്ള ഉത്തരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും കൂടെ ഈ മീറ്റിങ്ങിൽ പറയുന്നുണ്ട്. ഇനി സാന്റിയാഗോയിലെ നേവൽ എയർ സ്റ്റേഷൻ നോർത്ത് ഐലൻഡിൽ നടന്നിട്ടുള്ള വികാരഭരിതമായിട്ടുള്ള ടൗൺ ഹാൾ യോഗത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ലിങ്കന് പകരം മധ്യപൂർവേഷ്യയിലേക്ക് അയക്കുന്നതിനായിട്ട് USS തിയോഡോർ റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു കപ്പൽ യാത്ര തിരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ഈ കപ്പൽ എപ്പം പോകുമെന്നോ എപ്പം അവിടെ എത്തുമെന്നോ കൃത്യമായിട്ട് പറയാൻ ഈ സൈനിക ഡയറക്ടർക്ക് പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബേസിലെ സെൻറ്ററായിട്ടുള്ള ഐലൻഡ് ക്ലബിലെ ഹാളിൽ ഒത്തുചേർന്നിട്ടുള്ള 200-ഓളം കുടുംബാംഗങ്ങൾ ആക്ടിംഗ് സെക്രട്ടറിയോട് മറുപടി ആവശ്യപ്പെട്ടുവെങ്കിലും കപ്പലിനുള്ളിലെ നാവികരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കടുത്ത ക്ഷീണവും പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന ചോദ്യങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൗൺ ഹാളിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിൽ. പിന്നെ തൻ്റെ മക്കൾ ഒരിക്കൽ വീട്ടിലേക്ക് മടങ്ങി എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ കപ്പലിൽ വെച്ച് തന്നെ അവൾ മരണപ്പെടും എന്ന് ഭയമാണ് ഞങ്ങൾക്ക് എന്നാണ് ഒരു അമ്മ അവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി യുദ്ധത്തിൽ പോരാടുന്ന നാവികരെ സംരക്ഷിക്കാൻ നാവികസേന ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് മറ്റുള്ള ആളുകളും ആരോപിച്ചിട്ടുണ്ട്. ഇനി സൈന്യം നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരെ കൊല്ലുകയാണെന്ന് വിശ്വസിക്കുന്നതിനാൽ തൻ്റെ ഭർത്താവിനെ ഓർത്ത് അഭിമാനിക്കാൻ പോലും എനിക്ക് പ്രയാസമാണെന്ന്, അതുമാത്രമല്ല ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം കുറ്റം പ്രകടിപ്പിച്ചുവെന്നും ഒരു സ്ത്രീ ഈ ഒരു പ്രസ്താവന ഈ സദസ്സിൽ പറഞ്ഞു. അത് കേട്ട് മറ്റുള്ള ആളുകൾ കൈയടിക്കുക ചെയ്തിട്ടുള്ളത്. അതായത് കപ്പലിലുള്ള പല സൈനികർക്കും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. ട്രംപിൻ്റെ, അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സൈനിക പ്രവൃത്തി അവരാരും ഇഷ്ടപ്പെടുന്നില്ല. അത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക ചെയ്തിട്ടുള്ളത് ഈ ഒരു മീറ്റിങ്ങിൽ. ഇനി മറ്റൊരു കാര്യം, ലിങ്കൻ്റെ വിന്യാസ കാലാവധി 2-ാം തവണ നീട്ടിയതായി തോന്നുന്നുവെങ്കിലും കപ്പലിനുള്ള നാവികരുടെ പ്രൊഫഷണലിസത്തെയും വീര്യത്തെയും നാവികസേന അതായത് അവിടുത്തെ നേതാക്കൾ പ്രശംസിച്ച്, പക്ഷേ അതൊന്നും ഈ കൂടിയിട്ടുള്ള കുടുംബങ്ങൾക്ക് അതൊരിക്കലും ഒരു ആശ്വാസമായിട്ട് മാറിയിട്ടില്ല. പസഫിക് ഫ്ലീറ്റിലെ നേവൽ സർഫസ് ഫോഴ്സ്, അതുപോലെ തന്നെ നേവൽ എയർ ഫോഴ്സ് എന്നിവരുടെ ഉന്നത കമാൻഡർമാരായിട്ടുള്ള വൈസ് അഡ്മിറൽ ജോസഫ് കാഹിൽ, അതുപോലെ തന്നെ വൈസ് അഡ്മിറൽ ഡഗസ് വെറിസിമോ എന്നീ
മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം വ്യാഴാഴ്ച രാത്രിയായിരുന്നു രണ്ടാമത്തെ മീറ്റിംഗ്, ഒരു വെർച്വൽ മീറ്റിംഗ് കൂടെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ മീറ്റിംഗ് ഫേസ് ടു ഫേസ് ആയിരുന്നു. പിന്നെ ഈ ആളുകൾ അങ്ങ് കപ്പലിലിരിക്കുന്നതും മറ്റ് ഇത് കൺട്രോൾ ചെയ്യുന്ന ആളുകളുമായിട്ട് നടന്നിട്ടുള്ള മറ്റൊരു മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. കപ്പലിലുള്ള സൈനികരെക്കുറിച്ച് ഞങ്ങൾക്ക് എത്രത്തോളം അഭിമാനമുണ്ട്, എനിക്ക് പറയാൻ കഴിയില്ല. മാതൃരാജ്യത്തെ സേവിക്കാൻ തയ്യാറായിട്ടുള്ള നിങ്ങളുടെ ആളുകളുടെ ഉന്നത നിലവാരമാണ് ഞങ്ങളെപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ഈ പറഞ്ഞ കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ നേരെ തിരിച്ചാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് നവംബർ 21 സാന്റിയാഗോയിലെ ഹോം പോർട്ടിൽ നിന്നും പുറപ്പെട്ട വിമാനവാഹിനി കപ്പൽ വെള്ളിയാഴ്ചയോടെ ഏകദേശം 259 ദിവസത്തെ വിന്യാസമാണ് ഇപ്പം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏകദേശം എത്ര നിങ്ങൾ 259 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഡിസംബറിൽ ഗുവാമിലും അതുപോലെ തന്നെ ജൂലൈ 7 ഒമാനിലും മാത്രമാണ് കപ്പൽ ഒരു വട്ടം നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള 208 ദിവസമാണ് കപ്പൽ കണ്ടിന്യൂസ്ലി കടലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സൈനികരും ഈ കപ്പലിൽ കഴിയുന്നത്. ഇനി ഈ ദൗത്യത്തിന് ശേഷം ലിങ്കൺ അതിലെ നാവികരും സാന്റിയാഗോയ്ക്ക് പകരം വാഷിങ്ടണിലെ മറ്റൊരു സ്ഥലത്തോട്ട് ഒരു പോർട്ടിലോട്ടാണ് മാറ്റപ്പെടും എന്ന് പറയുന്നത്. അതിനാൽ തന്നെ എപ്പോഴാണ് കാലിഫോർണിയയിൽ നിന്നും വടക്കോട്ട് മാറേണ്ടതെന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ഒരു ഐഡിയയും ഈ കുടുംബാംഗങ്ങൾക്ക് പോലുമില്ല. അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ കപ്പൽ വരുമ്പം അവരുടെ കുടുംബക്കാരുടെ അടുത്തോട്ട് അല്ലെങ്കിൽ കപ്പലിലുള്ള ആളുകളുടെ അടുത്തോട്ട് എപ്പം പോകണമെന്ന് ഒരു ഐഡിയ പോലും, ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഐഡിയ പോലും ഈ കുടുംബാംഗങ്ങൾക്കില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ലിങ്കൺ തിരിച്ചെത്തിയ ശേഷം കുടുംബങ്ങൾക്ക് താമസം മാറാൻ 58 ദിവസത്തെ സാവകാശമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഡിസംബർ 31 ഇതിനൊരു കൃത്യമായിട്ടുള്ള സമയപരിധി നിശ്ചയിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നാവികസേന ഈ ആളുകളെ അറിയിച്ചിട്ടുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, കുറേ പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, കുറേ പേരുടെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഓരോരുടെ കുടുംബത്തിൽ പല പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾക്കും ഈ ആളുകൾക്ക് സംബന്ധിക്കാൻ, അതായത് അവർക്ക് കൂടാനോ പല മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ പറ്റിയിട്ടില്ല എന്നും കൂടെ ഈ അവിടെ വന്ന ആളുകൾ കൂട്ടിച്ചേർക്കേണ്ടത്. ഇതിനിടയിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം 23-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സൈനികർക്ക് കടുത്ത ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ മനോവീര്യം, മാനസികാരോഗ്യം എന്നിവ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കപ്പലിലെ നിലവിൽ ലഭ്യമായിട്ടുള്ള മാനസികാരോഗ്യ സഹായത്തെക്കുറിച്ചും ലഭിച്ചിരിക്കുന്ന കൗൺസിലിംഗ് അപ്രൂവൽസിനെ കുറിച്ചും ഒക്കെ കുടുംബാംഗങ്ങൾ ഈ ഒരു മീറ്റിങ്ങിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു മറുപടി ഈ നേവി ഉദ്യോഗസ്ഥരെ കയ്യിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവരവിടെ ഈ ഒരു മീറ്റിങ്ങിൽ അത് പറഞ്ഞിട്ടായിരുന്നു മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ വഴക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി കപ്പലിലൊരു പ്രത്യേക ഭാഗത്ത് ടോയ്ലറ്റുകൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി കിടക്കുകയാണ്. ടോയ്ലറ്റ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ് അവിടുത്തെ ആളുകൾ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, നാവികർക്ക് ഇതൊക്കെ പരിഹരിക്കാനുള്ള പരിശീലനം ഞങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള മുടന്ത ന്യായങ്ങൾ മാത്രമാണ് ഈ ദേവി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഷവറുകളിൽ കംപ്ലീറ്റ്ലി പൂപ്പൽ നിറഞ്ഞിട്ട്, അതായത് വരുന്ന വെള്ളം അത്രയും വൃത്തികെട്ട വെള്ളമാണ് കപ്പലിൽ അവർക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, വെന്റിലേഷൻ സംവിധാനങ്ങൾ കംപ്ലീറ്റ്ലി തകർന്നു പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വായു സഞ്ചാരം ഒരു രീതിയിലും പെർഫെക്റ്റ് അല്ല. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഹൈജീൻ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് കപ്പലിൻ്റെ അകത്ത് ഉള്ളത് എന്നാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളായിട്ട് ഇവർ പറയുന്നത്. ഇനി അത് മാത്രമല്ല, ബഹ്റൈനിലെ US-ൻ്റെ 5th ഫ്ലീറ്റ് നമുക്കറിയില്ല, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ കപ്പലിലോട്ട് വേണ്ട വിതരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഭക്ഷണങ്ങളും മറ്റ് പല സാധനങ്ങളും ഒക്കെ കൊടുത്തിരുന്ന അവിടെ നിന്നായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഇറാൻ തകർത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു സാധനങ്ങളും കപ്പലിലോട്ട് കിട്ടുന്നില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചപ്പോൾ ബഹ്റൈനിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവിടുന്ന് ഇറാൻ്റെ മിസൈലുകൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനാൽ ഭക്ഷണത്തിന് മുൻഗണന നൽകേണ്ടി വന്ന അവസ്ഥക്ക് പച്ചക്കറികളും മറ്റ് പല സാധനങ്ങളും കപ്പലിലോട്ട് എത്തുന്ന സാധനങ്ങൾ പോലും കംപ്ലീറ്റ്ലി ചീഞ്ഞളിഞ്ഞിട്ടാണ് കപ്പലിൽ എത്തിയിട്ടുള്ളത് എന്നും കൂടെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഈ യുദ്ധം തുടങ്ങിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ അഹമ്മദ കമ്മിങ് ടു അല്ലെങ്കിൽ ഹെഡിങ് ടു എന്താ പറയുക ഇറാൻ എന്ന് ട്രംപ് അന്ന് പറഞ്ഞതെന്നല്ലാണ്ട് ഇപ്പോൾ ഏറ്റവും വൃത്തികെട്ട അഗ്ലി അഹമ്മദായിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെ. അതായത് ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലാണ് USSൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഈ എബ്രഹാം ലിങ്കൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. വെള്ളമില്ല, കക്കൂസില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പകർച്ചവ്യാധികളാണ്, പൂത്ത് നാറിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട് ഈ അമേരിക്കയുടെ ഇത്രയും വലിയ കപ്പലുകൾ എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ റിപ്പോർട്ടല്ല, കഴിഞ്ഞ ദിവസം US-ൻ്റെ തന്നെ നേവിയും അതുപോലെ തന്നെ കപ്പലിൻ്റെ അകത്തെ നാവികരുടെ, സൈനികരുടെ കുടുംബാംഗങ്ങളും തമ്മിലുള്ള മീറ്റിങ്ങിൽ നടന്നിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ ഈ കേട്ടത്. ഇറാൻ അടിച്ച അടി വെറും ചെറിയ അടിയൊന്നുമല്ല. ട്രംപിൻ്റെ മുഖത്ത് മാത്രമല്ല, സകല അമേരിക്കൻസിൻ്റെയും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ജീവനക്കാരുടെയും സൈനികരുടെയും ഉദ്യോഗസ്ഥരുടെയും ഡിപ്ലോമാറ്റിക്കും അണ്ണാക്കിലോട്ടാണ് ഇറാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റഡ് വീഡിയോയിൽ കാണാം. ബൈ.